ഒഡീഷയിൽ മലയാളി വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാർലമെന്റ് കവാടത്തിൽ ഇടതുപക്ഷ എംപിമാർ ശക്തമായി പ്രതിഷേധിച്ചു. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലീസിനെ സംഘപരിവാറിന്റെ അണികളാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഇടത് എംപിമാർ ആരോപിച്ചു. വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട UDF എംപിമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അനുമതി നിഷേധിച്ചു. ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലും വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുകയാണ്. വിഷയം പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിലെ എംപിമാർ ഉന്നയിച്ചു. പാർലമെന്റ് കവാടത്തിൽ ഇടതുപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലീസ് സംഘപരിവാറിന്റെ അണികളായി മാറിയിരിക്കുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. ഉത്തരേന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾ, അത് മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംഘടിതമായിട്ടുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഒഡീസ സംഘപരിവാറിന്റെ മറ്റൊരു പരീക്ഷണശാലയായി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഇത് ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ, വിശ്വാസ അവകാശങ്ങളുടെ ലംഘനമാണ്. അതിശക്തമായ നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. രാജ്യത്തെ മതസ്വാതന്ത്ര്യം അപകടാവസ്ഥയിലാണെന്ന് A. റഹീം MP പറഞ്ഞു. ഞങ്ങൾ ശക്തമായി ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കും. ഇത് അവർ ചർച്ചയ്ക്ക് എടുക്കാത്തത് ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത്. അത് സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അത് വിവിധ സംസ്ഥാനങ്ങളിൽ അവർ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അന്തസ്സുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തോട് മാപ്പ് പറയണമെന്ന് V. ശിവദാസൻ MP. അവിടെ ആദിവാസി ജനവിഭാഗങ്ങൾ, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ RSS പരിവാരത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള അതിക്രമങ്ങളുടെ ആവർത്തനം ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ അന്തസ്സുണ്ടെങ്കിൽ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയാൻ തയ്യാറാണ്. ഒഡീഷയിലെ ക്രൈസ്തവ വേട്ടയിൽ ചർച്ച ആവശ്യപ്പെട്ട UDF എംപിമാരും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. പാർലമെന്റിന് പുറത്ത് വിജയ് ചൌക്കിലും UDF എംപിമാർ പ്രതിഷേധം തീർത്തു. കൈരളി ന്യൂസ്, ദില്ലി.